നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് താടാസനം. താടാസനം ചെയ്യാൻ കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക. കാൽപ്പത്തി തറയിൽ നന്നായി ഉറപ്പിച്ചു നിർത്തുക. വിരലുകൾ നന്നായി തറയിൽ ടൈറ്റ് ചെയ്ത് പിടിക്കണം. അള്ളി പിടിക്കണ പോലെ വിരലുകൾ തറയിൽ പിടിച്ചു നിർത്തുക. നമ്മളുടെ കാഫ് മസിൽസ് ടൈറ്റ് ആക്കി പിടിക്കുക. മുട്ട് മുകളിലേക്ക്, മുട്ടില് പേശികൾ മുകളിലേക്ക് വലിച്ചു പിടിക്കുക. തുടയിലെ പേശികൾ ടൈറ്റ് ആക്കി പിടിക്കുക. ബട്ടക്സ് മസിൽസ് ടൈറ്റ് ആക്കി പിടിക്കുക. ഈ അര വരെയുള്ള ഭാഗം ടൈറ്റായി പിടിച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നിവർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ മുകളിലേക്ക് തിരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈയും മുകളിലേക്ക് വലിച്ച് ചേർത്ത് പിടിക്കുക. മാക്സിമം ടൈറ്റാക്കി മുകളിലേക്ക് വലിച്ചു പിടിക്കുക. അപ്പൊ നമ്മളുടെ നട്ടെല്ല് വലിഞ്ഞു വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ശ്വാസം ദീർഘമായി വലിച്ചു വിടുക. ഇങ്ങനെ നിന്നതിന് ശേഷം ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. ശ്വാസം വലിക്കുമ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. ശ്വാസം എടുത്ത് പതിയെ സാവധാനം കൈകൾ ശരീരത്തോട് ചേർത്ത് കൊണ്ടുവരിക. കാലുകൾ രണ്ടും അകത്തി വെച്ച് റിലാക്സ് ചെയ്യുക. ദീർഘമായി ശ്വാസം വലിച്ചുവിടുക. അതിനുശേഷം അടുത്ത ചെയ്യാൻ പോകുന്നത് വൃക്ഷാസനം. വൃക്ഷാസനം താടാസനത്തിൽ നിന്ന പോലെ നിന്നതിന് ശേഷം വലത് കാലെടുത്ത് പൊക്കി നമ്മളുടെ തുടയുടെ സൈഡിൽ വയ്ക്കാൻ ശ്രമിക്കണം. അതിനുശേഷം നമ്മളുടെ ദൃഷ്ടി ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. ആ ഒരു പോയിന്റിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ വൃക്ഷാസനം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് പോയി കാല് അറിയാതെ തറയിൽ കുത്തിപ്പോകും. അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പോയിന്റിൽ ദൃഷ്ടി കൊണ്ടുവരിക. അതിനുശേഷം രണ്ട് കൈകളും ശ്വാസം എടുത്ത് നേരെ കൊണ്ടുവരിക. ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് കൈകൾ നേരത്തെ പോലെ തന്നെ ചേർത്ത് കൊണ്ടുവരിക. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ദീർഘമായ ശ്വാസം എടുത്തു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് കൈകൾ രണ്ടും ശ്വാസം എടുത്ത് താഴേക്ക് പതിയെ സാവധാനം കാലുകൾ താഴേക്ക് വയ്ക്കുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ വലതുവശമാണ് ചെയ്തത്. ഇനി ഇടതുവശം ചെയ്യുക. നേരത്തെ നിന്ന പോലെ തന്നെ നിൽക്കുക. ഇടത് കാൽ എടുത്ത് വലത് തുടയുടെ സൈഡിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ സമാന്തരമായി പിടിക്കുക. അത് കഴിഞ്ഞ് ശ്വാസം വിട്ട് കമഴ്ത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ദീർഘമായി ശ്വാസം എടുത്തുവിടുക. നേരത്തെ പോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ദൃഷ്ടി കൊണ്ടുവരിക. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് കൈകൾ രണ്ടും സൈഡിലേക്ക് ശ്വാസം എടുത്ത് സാവധാനം കൈകൾ താഴേക്ക്, കാലുകൾ താഴേക്ക് വയ്ക്കുക. രണ്ട് കാലുകളും അകത്തി വെച്ചിട്ട് വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് വിടുക. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് അർദ്ധകരി ചക്രാസനമാണ്. അതും ഇതുപോലെ തന്നെ നിന്നതിന് ശേഷം വലത് കൈ ശ്വാസം എടുത്ത് നേരെ മുകളിൽ തോളിന് സമാന്തരം കൊണ്ടുവരിക. അതിനുശേഷം ശ്വാസം വിട്ട് കൈ നിവർത്തി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്ത് നേരെ മുകളിലേക്ക് നേരെ വലിച്ചു പിടിക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക് ചരിയാൻ ശ്രമിക്കുക. ഇടത് സൈഡിലേക്ക് ചരിയാൻ ശ്രമിക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിടുക ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡിൽ നന്നായിട്ട് വലിഞ്ഞിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. ഈ സൈഡില് ബലമൊന്നും കൊടുക്കേണ്ട, വെറുതെ തൂക്കിയിട്ടാൽ മതി.
ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചുവിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി ശ്വാസം വീണ്ടും എടുത്ത് കൈകൾ ശരീരത്തോട് ചേർക്കുക. അതിനുശേഷം ഇടത് കൈ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ തോളിന് സമാന്തരം കൊണ്ടുവരിക. കമിഴ്ത്തിയതിനു ശേഷം വീണ്ടും ശ്വാസം എടുത്ത് നമ്മുടെ ചെവിയോട് അടുപ്പിക്കുക. വീണ്ടും ശ്വാസം വിട്ട് വലതുവശത്തേക്ക് ചരിയുക. ഈ വശത്ത് നല്ല വലിവ് നമുക്ക് അറിയാൻ സാധിക്കണം. അതുപോലെ ഈ സൈഡ് തൂക്കിയിടണം. ഈ സൈഡിൽ വലിവ് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വലിവ് അറിയാൻ പറ്റും. ഈ ഭാഗത്തുള്ള കൊഴുപ്പൊക്കെ ഈ ആസനം ചെയ്യുന്നത് വഴി ഇല്ലാതെയോ. ദീർഘമായ ശ്വാസം എടുത്തു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. ശ്വാസം വിട്ട് കൈ തോളിന് സമാന്തരം വയ്ക്കുക. ശ്വാസം എടുത്ത് വീണ്ടും കൈ താത്തുക. കാല് ഒരടി അകലത്തിൽ വെച്ച് ദീർഘമായ ശ്വാസം വലിച്ചുവിടുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് പാദഹസ്താസനമാണ്. നമ്മളിത് ചെയ്യാൻ പോകുന്ന പാദഹസ്താസനം. പാദഹസ്താസനം ചെയ്യാൻ വേണ്ടി കാലുകൾ നേരത്തെ പോലെ തന്നെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക്. നമുക്ക് ഇങ്ങനെ മുട്ടിക്കാനായിട്ടും പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടിക്കുക. അതല്ല കൈകൾ രണ്ടും രണ്ട് സൈഡിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ആസനം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊടയും വയറും തമ്മിൽ ചേർന്ന് വരിക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ടൊരു കാരണവശാലും വളയാൻ പാടില്ല. ഇങ്ങനെയൊന്നും നിന്ന് ഈ ആസനം ചെയ്യാൻ പാടില്ല. മുട്ട് മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നമുക്ക് പറ്റുന്ന അത്രയും മാത്രം കുനിഞ്ഞാൽ മതി. നമ്മള് സാവധാനത്തിൽ ചെയ്ത് നമുക്ക് ഈ ലെവലിലേക്ക് നമുക്ക് ഈ ആസനം ചെയ്യാൻ സാധിക്കും. പക്ഷെ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇത്രേ പറ്റുള്ളായിരിക്കും. കൈ ചിലപ്പോൾ നിലത്ത് മുട്ടിക്കാൻ പറ്റൂലായിരിക്കും. അതൊന്നും സാരമില്ല. തുടക്കം നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കും. ദീർഘമായി ശ്വാസം എടുത്ത് വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ട് കൈ പതിയെ താഴേക്ക്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മള് ഒരു ഫ്രണ്ട് ബെൻഡിങ് ആസനമാണ് ചെയ്തത്. ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ബാക്ക് ബെൻഡിങ് ആസനം ചെയ്യണം. അതിനുവേണ്ടി നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അർദ്ധചക്രാസനമാണ്. അർദ്ധചക്രാസനം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളുടെ കൈ രണ്ടും നമ്മളുടെ നട്ടലിന് സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പറ്റുന്ന അത്രയും ബാക്കോട്ട് വളഞ്ഞു നിൽക്കുക. അപ്പൊ തുടക്കത്തിൽ കുറച്ചേ പറ്റുള്ളൂ. സാവധാനത്തിൽ നമുക്ക് കുറച്ചധികം വളയാനായിട്ട് സാധിക്കും. ഓരോ പ്രാവശ്യം ശ്വാസം എടുത്ത് വിടുമ്പോഴും നമുക്ക് പറ്റുന്ന അത്രയും താഴേക്ക് വളയാനായിട്ട് ശ്രമിക്കണം. അതാണ് ഈ ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ബാക്കോട്ട് വളയുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക.
നിന്നുകൊണ്ടുള്ള ആസനങ്ങളിൽ തന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ത്രികോണാസനം. ത്രികോണാസനം ചെയ്യാൻ കാലുകൾ ഏതാണ്ട് 1 മീറ്റർ അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ നിവർത്തിക്കൊണ്ടുവരിക. സാവധാനം ഒരു വലതുവശത്തേക്ക് ചരിഞ്ഞ് നമ്മളുടെ കൈ തറയിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മളുടെ ആംഗിൾസിൽ പിടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത്രയും പറ്റൂലെന്നാണെങ്കിൽ നേരെ മുമ്പിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കൈ മുകളിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന കൈയിലേക്ക് നമ്മളുടെ ദൃഷ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡാണ്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ചരിയുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈ ഒന്നിനെ ആംഗിൾസിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നേരെ താഴേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. കൈ ഉയർത്തി വെച്ചിരിക്കുന്ന കൈ, അതായത് വലത് കൈയുടെ കൈപ്പത്തിയിലേക്ക് നമ്മളുടെ ദൃഷ്ടി കൊണ്ടുവരിക. എന്നിട്ട് ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. കാലുകൾ അടുപ്പിച്ച് വെക്കുക. നമ്മൾ ഇത്രയുമാണ് നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്തത്. ഇനി ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങളിൽ ആദ്യമേ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താസനമാണ്. പശ്ചിമോത്താസനം ചെയ്യാൻ കാലുകൾ നിവർത്തി വയ്ക്കുക. കൈകൾ രണ്ടും ഈ നമ്മളുടെ ബട്ടക്സിന്റെ 2 സൈഡിലായിട്ട് വെക്കുക. ഈ ഇങ്ങനെ ഇരിക്കുന്നതിന് ദണ്ഡാസനം എന്നാണ് ഇങ്ങനെ ഇരിക്കുന്ന ആസനത്തിന് പറയുന്നത്. ഈ ആസനത്തിൽ ഇരുന്നുകൊണ്ട് ശ്വാസം എടുത്ത് കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ കൈ കാലിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത്രയും എത്തൂല, ബുദ്ധിമുട്ടാണെങ്കിൽ കൈ ഇവിടെ പിടിക്കാൻ ശ്രമിച്ചാലും മതി. അതിനുശേഷം നമ്മളുടെ വയറും തൊടയും തമ്മിൽ ചേർത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഈ ആസനം കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്രയും മതി, ഇങ്ങനെ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഇങ്ങനെ മതി. നമ്മുടെ നെറ്റി കാലിൽ മുട്ടിക്കുക എന്നുള്ളതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം, തൊടയും വയറും തമ്മിൽ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ആസനം പൂർണ്ണ സ്ഥിതിയിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. ശ്വാസം വിട്ട് വീണ്ടും നിവർന്നിരിക്കുക. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഭദ്രാസനമാണ്. ഭദ്രാസനം ചെയ്യാൻ നമ്മളുടെ കാൽപ്പത്തി 2 ചേർത്ത് വയ്ക്കാനായി ശ്രമിക്കുക. അതിനുശേഷം ഈ ഉപ്പൂറ്റി നമ്മളുടെ ഈ ജനനേന്ദ്രിയത്തിന്റെ അടുത്തേക്ക് ചേർത്ത് വയ്ക്കാനായി ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ഹിപ്പ് ഓപ്പൺ ആകാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ കാല് ഇങ്ങനെയൊക്കെ വരുള്ളായിരിക്കും. അത് കുഴപ്പമില്ല. നമ്മള് സാവധാനത്തിൽ ഇങ്ങനെ താന്ന് ഒരു നേരെ വരുന്ന രീതിയിലേക്കാവും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ട് ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10.
അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനമാണ്. ഉഷ്ട്രാസനം ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടില് കുത്തി നിൽക്കുക. അതായത് ആദ്യം നമ്മൾ വജ്രാസനത്തിലിരിക്കണം, അതിനുശേഷം വജ്രാസനത്തിൽ ഇരുന്ന് എണീറ്റ് വരണം. വജ്രാസനം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണങ്കാലില് നമ്മളുടെ ബട്ടക്സ് അമർത്തിയിരിക്കുന്നതിനാണ് വജ്രാസനം എന്ന് പറയുന്നത്. വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് നിൽക്കണം. അതായത് മുട്ടിൽ നിൽക്കുക. മുട്ടിൽ നിന്നിട്ട് കാൽ ഏതാണ്ട് ഒരടി അകലത്തോളം നമ്മൾ ഒരടി എന്നല്ല, നമ്മുടെ ഷോൾഡറിന്റെ അകലത്തിൽ കാല് വയ്ക്കണം. അതിനുശേഷം നമ്മളുടെ ഈ നട്ടെല്ലിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ രണ്ടും വളച്ച് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി കാൽപ്പത്തിയിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഹിപ്പ് മുമ്പിലേക്ക് തള്ളിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് ഇടുക. എന്നിട്ട് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. ഇനി അത്രയും പറ്റൂല്ലാത്ത ആളുകൾ നട്ടെല്ലിന്റെ അവിടെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തതിനു ശേഷം ശ്വാസം എടുത്ത് വളഞ്ഞു നിൽക്കുക. എന്നിട്ട് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്ത ആസനത്തിന്റെ പേര് ഉഷ്ട്രാസനം എന്നാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശശാങ്കാസനം. ശശാങ്കാസനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വജ്രാസനത്തിൽ ഇരിക്കണം. വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് കൈ യോഗ നമസ്കാരം ചെയ്യാൻ നേരത്ത് പിടിച്ച പോലെ ലോക്ക് ചെയ്ത് പിടിക്കണം. ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ശ്വാസം ദീർഘമായി എടുത്ത് തല മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിൽ സ്പർശിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. ഈ ആസനം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ താഴേക്ക് കുനിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ബട്ടക്സ് കാലിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ വയറ് കൂടുതലുള്ള ആളുകൾക്ക് ചിലപ്പോൾ താഴേക്ക് താഴാൻ നേരത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ അറിയാതെ ഇങ്ങനെ പൊങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് മുമ്പോട്ട് കുനിയാൻ പറ്റണത് എത്രത്തോളം പറ്റും അത്രത്തോളം മാത്രം കുനിഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബട്ടക്സ് ഒരിക്കലും ആംഗിൾസിൽ നിന്ന് പൊങ്ങിപ്പോവാതിരിക്കണം. അപ്പൊ ചെയ്യാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കുനിയുക. എന്നിട്ട് കൗണ്ട് ചെയ്യുക. 1 ശ്വാസം വലിച്ചു വിടുക. 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് നിവർന്നു വരിക. ശ്വാസം വിട്ട് ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ആസനം വക്രാസനമാണ്. വക്രാസനം ചെയ്യാൻ രണ്ട് കാലും നിവർത്തിയിരിക്കുക. വക്രാസനം പൂർണ്ണമായിട്ട് ചെയ്യുന്ന സ്ഥിതി ഞാൻ കാണിച്ചു തരാം. അതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്താൽ മതി. വലതുകാൽ മടക്കി ഇടതുകാലിന്റെ ഇടതുവശത്ത് വയ്ക്കുക. മുട്ടിന്റെ ഇപ്പുറ സൈഡിലായിട്ട് വെക്കണം. എന്നിട്ട് ഇടത് കൈ ഇങ്ങനെ വെച്ച് ഇടത് കൈ വലതുകാലിന്റെ മുട്ടിന്റെ ഇപ്പുറ സൈഡിൽ കൂടി നമ്മുടെ വലതുകാലിന്റെ പെരുവിരലിന്റെ സൈഡിൽ പിടിക്കാനായി ശ്രമിക്കണം. എന്നിട്ട് വലത് കൈ പുറകോട്ട് വെച്ച് പുറകിലേക്ക് ദൃഷ്ടി കൊടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് ശ്വാസം വലിച്ചു വിടുക. ഈ ആസനം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്കൊക്കെ നല്ല മസാജ് കിട്ടും. ഈ ഭാഗത്തൊക്കെയുള്ള കൊഴുപ്പ് കുറയും. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുള്ള ആസനമാണ്. പക്ഷെ നമുക്ക് ചിലപ്പോ തുടക്കക്കാർക്ക് ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ചെയ്ത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കാലിപ്പുറത്ത് വെക്കണ്ട, ഈ ഭാഗത്ത് തന്നെ വെച്ചാൽ മതി. ഇങ്ങനെയൊന്നും വളച്ചു പിടിക്കണ്ട, വെറുതെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചാൽ മതി. കൈ പുറകിൽ കുത്തുക. ഇങ്ങനെ വെച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞിരുന്ന് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. അപ്പൊ ചെയ്തു നോക്ക്.
കാല് മടക്കി ഇവിടെ വെക്കുക, കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക, കൈ പുറകിൽ കുത്തുക, ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ നേരെ നിവർത്തി കൊണ്ടുവരിക, കൈകൾ റിലീസ് ചെയ്യുക, കാല് നിവർത്തി വയ്ക്കുക. ഇനി ഇടതുകാലും ഇപ്പുറത്ത് വെക്കാൻ സാധിക്കുന്നവർ ഇപ്പുറത്ത് വെക്കുക, പറ്റാത്തവർ ഇവിടെ തന്നെ വെക്കുക. കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇടത് കൈ പുറകിൽ കുത്തുക, നമ്മുടെ നോട്ടം പുറകിലേക്ക്. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തിക്കൊണ്ടുവരിക, ശ്വാസം വിട്ട് താഴേക്ക്, കാലുകൾ നേരെ നിവർത്തി വയ്ക്കുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനമാണ്. ഭുജംഗാസനം കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനമാണ്. ഇപ്പൊ ആദ്യം നമ്മൾ നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്ത്, അത് കഴിഞ്ഞ് ഇരുന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്ത്, ഇനി കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ. കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനം ഭുജംഗാസനം ചെയ്യാൻ കമിഴ്ന്ന് കിടക്കണം. കൈകൾ രണ്ടും ആദ്യം നീട്ടി വെക്കണം. അതിനുശേഷം കൈ നെഞ്ചിന്റെ രണ്ട് സൈഡിലായിട്ട് കൈ ഇങ്ങനെ കൈപ്പത്തി കുത്തി നിർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് നട്ടെല്ലിന്റെ ബലത്തിൽ നമ്മളുടെ പൊക്കിളിന്റെ ഭാഗം വരെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. നോട്ടം മുകളിലേക്ക്. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായ ശ്വാസം എടുത്തു വിടുക. കാണിച്ചു തരും ഒന്നുകൂടി. നെഞ്ചിന്റെ രണ്ട് സൈഡിലും കൈകുത്തുക. ശ്വാസം എടുത്തുകൊണ്ട് ഇത്രയും ഉയർന്നു വരിക. എന്നിട്ട് ദീർഘമായ ശ്വാസം എടുത്തു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് എത്തി തറയിൽ മുട്ടിക്കുക. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ശലഭാസനമാണ്. ശലഭാസനം ചെയ്യാൻ രണ്ട് കൈയുടെ കൈപ്പത്തി നമ്മുടെ തൊടയുടെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കണം. അതായത് കമിഴ്ന്ന് കിടന്നു കഴിയുമ്പോൾ നമ്മളുടെ കൈയുടെ രണ്ട് കൈപ്പത്തി ഇങ്ങനെ വരും. എന്നിട്ട് ഈ കൈയുടെ ബലത്തിലും നട്ടെല്ലിന്റെ ബലത്തിലുമായിട്ട് കാലുകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തും. അതാണ് ശലഭാസനം. കാണിച്ചു തരാം. കൈ രണ്ടും തൊടയുടെ അടിയിൽ വെക്കണം. അതിനുശേഷം ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചിടുക. നമ്മുടെ താടി തറയിൽ മുട്ടിച്ച് ഇങ്ങനെ വെക്കണം. എന്നിട്ട് വേണം ഈ ആസനം ചെയ്യാൻ. ഒന്നുകൂടെ കാണിച്ചുതരാം. കൈ രണ്ടും തൊടയുടെ അടിയിൽ, താടി തറയിൽ മുട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് ദീർഘമായ ശ്വാസം എടുത്ത് കാലുകൾ മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് കാലുകൾ താഴേക്ക് താത്തുക. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് മകരാസനമാണ്. മകരാസനം എന്ന് പറയുന്നത് മുതലെ പോലെ കിടക്കുക എന്നാണ്. മുതല കിടക്കുന്ന പോലെ കിടക്കുക. ഇതൊരു റെസ്റ്റിംഗ് പോസ്റ്ററാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ കാലുകൾ രണ്ടും അകത്തി ഇങ്ങനെ വെച്ച് കിടക്കുക. വേറെ ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. കാലുകൾ ഇങ്ങനെ അകത്തി വെച്ച് ഇങ്ങനെ കിടക്കുക. കൈ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കാലുകൾ ഇങ്ങനെ വെച്ച് തല ഇങ്ങനെ
ഇതിൽ സപ്പോർട്ട് ചെയ്ത് ദീർഘമായ ശ്വാസം വലിച്ചു കിടക്കുക. നമ്മളിപ്പോ ഇത്രയും നേരം ചെയ്ത ആസനങ്ങളിൽ നിന്ന് നമുക്കൊരു ക്ഷീണം ഉണ്ടായത് മാറാനായിട്ടും മകരാസനത്തിൽ കിടന്നു കഴിഞ്ഞാൽ സാധിക്കും. ഇങ്ങനെ കിടന്നുകൊണ്ട് ദീർഘമായ ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളാണ്. മലർന്നു കിടന്നുള്ള ആസനങ്ങളിൽ ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് മേരുദണ്ഡാസനം. മേരുദണ്ഡാസനം ചെയ്യാൻ മലർന്നിങ്ങനെ കിടക്കുക. നമ്മളുടെ രണ്ട് കാലും ഒരു 45 ഡിഗ്രി ഉയരത്തിലേക്ക് പൊക്കിക്കൊണ്ടുവരിക. അതായത് ഏതാണ്ട് നമ്മളുടെ കഴുത്തൊന്നും പൊക്കാതെ തന്നെ നമ്മളുടെ നോട്ടം കാലിന്റെ പെരുവിരലിലേക്ക് എത്തുന്ന വരെ അത്രയും കാല് പൊക്കിയാൽ മതി. അതിനുശേഷം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ദീർഘമായി ശ്വാസം വലിച്ചുവിടുക. കാണിച്ചു തരാം. കാല് ഏതാണ്ട് ഇത്രയും പൊക്കണം, നോട്ടം പെരുവിരലിലേക്ക്. അതിനുശേഷം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ശ്വാസം വലിച്ചുവിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് പതിയെ കാലുകൾ താഴേക്ക് താത്തുക. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് സ്കന്ദരാസനമാണ്. സ്കന്ദരാസനം നമ്മള് യോഗയില് സർവാംഗാസനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സർവാംഗാസനം, ഹലാസനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി, അതായത് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനാണ്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള ആസനമാണിത്. അപ്പൊ അതിനാണ് കൂടുതൽ മസാജ് കിട്ടുന്നത് ഈ ആസനം ചെയ്യുമ്പോ. അപ്പൊ അത് ചെയ്യാനായിട്ടും ഇങ്ങനെ കിടക്കുക. കിടന്നതിന് ശേഷം കാലുകൾ രണ്ടും ബട്ടക്സിന്റെ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് വയ്ക്കുക. കൈ രണ്ടും വെച്ചിട്ട് നമ്മുടെ കാലിന്റെ ഈ കണങ്കാൽ ഇവിടെ പിടിക്കുക. ഇവിടെ പിടിച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. അതായത് നമ്മളുടെ താടിയും നെഞ്ചും തമ്മിൽ മുട്ടി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ദീർഘമായി ശ്വാസം വലിച്ചു വിടുക. നമ്മളുടെ ഷോൾഡറിന്റെയും നട്ടെല്ലിന്റെയും ബലത്തിലാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഇങ്ങനെ നിന്നുകൊണ്ട് ശ്വാസം വലിച്ചു വിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് പതിയെ താഴേക്ക് ഇരിക്കുക. കാലുകൾ നിവർത്തി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ആസനം പവനമുക്താസനമാണ്. പവനമുക്താസനം എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഗ്യാസ് ഒക്കെ പുറന്തള്ളാൻ വേണ്ടിയുള്ള ആസനമാണ്. ഇത് ചെയ്യുന്നതും കിടന്നുകൊണ്ട് തന്നെയാണ്. കിടന്നുകൊണ്ട് ഇങ്ങനെ കിടക്കുക. രണ്ട് കാലും 90 ഡിഗ്രിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് നെഞ്ചോട് ചേർപ്പിക്കാൻ ശ്രമിക്കുക. കൈകൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ നെറ്റി നമ്മുടെ മുട്ടുകാലിൽ മുട്ടിക്കാനായി ശ്രമിക്കുക. ഇത്രയൊന്നും പറ്റൂല, കാല് ഇത്രയും വളരാനുള്ളൂങ്കിൽ അത്രയും മതി.
കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ പിടിച്ചാൽ മതി. കാലില് നെറ്റി മുട്ടിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സാവധാനത്തിൽ ശരിയായിക്കോളും. അപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ശ്വാസം വലിച്ചുവിടുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം വിട്ട് തല താഴേക്ക്, ശ്വാസം എടുത്ത് കാല് നേരെ വയ്ക്കുക, പതിയെ താഴേക്ക് തട്ടുക. ഇത്രയുമാണ് നമ്മൾ ആസനങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 4 ടൈപ്പ് ആസനങ്ങൾ ചെയ്ത്, നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്ത്, ഇരുന്നുകൊണ്ടുള്ളത് ചെയ്ത്, കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ചെയ്ത്, മലർന്ന് കിടന്നുകൊണ്ടുള്ള